Hi viewers, welcome to Bosco Campus Vision. Today we are discussing the subject Business, Environment and Policy of S3 BBA under Kerala University, and myself, Mary Netto, Assistant Professor from Department of Management, Don Bosco College, Kottayam. So this session we can discuss the principles of Gatt. So last session we already discussed what is Gatt and the main objectives of Gatt. So once again we can discuss what is Gatt. So Gatt is the contractual agreement among the member nations, or we can say it is concerned only with the tariff and trade restrictions and other related international matters. So the member nations meet at regular intervals to negotiate agreements to reduce quotas, tariffs and other restrictions on international trade. And now it was signed, the Gatt is signed by 1947 by some major 23 nations including India, and the membership has now gone up to 128, and so it was formed in 1948. And so the expansion of Gatt is General Agreement on Tariff and Trade. Let's discuss the principles of Gatt. So we are discussing here the three principles. That is, first is non-discrimination, second is prohibition of quantitative restriction, and the third is consultations. So first is non-discrimination. So this principle requires that no member country should discriminate between the members of Gatt in the conduct of international trade. So for this purpose, the members of Gatt apply the principle of most favored nation. That is, most favored nation, which means that each nation shall be treated as well as the most favored nation. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ഒരു നോൺ ഡിസ്ക്രിമിനേഷൻ, ആരെയും മാറ്റി നിർത്തുന്നില്ല. അതായത് ഇതിനകത്ത് അംഗങ്ങളായി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാം? നേഷൻ ടു നേഷൻ ബിസിനസ് ചെയ്യാം. സോ ദിസ് പ്രിൻസിപ്പിൾ റിക്വയർ ദാറ്റ് നോ മെമ്പർ കൺട്രി ഷുഡ് ഡിസ്ക്രിമിനേറ്റ് ബിറ്റ്വീൻ ദ മെമ്പേഴ്സ് ഓഫ് ഗാട്ട് ഇൻ കോണ്ടാക്ട് ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ്. അപ്പം ഒരു ഗാട്ടിൽ അംഗങ്ങളായി കഴിഞ്ഞാൽ അവിടെ ഒരു ഇൻ്റർനാഷണൽ ട്രേഡിന് വേറെ തടസ്സങ്ങളൊന്നുമില്ല. ഒരു രാജ്യവും വേറൊരു രാജ്യവും തമ്മിൽ ബിസിനസ് ചെയ്യാൻ പാടില്ല, അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ അവിടെ ഇല്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു ഏകദേശം 128 നേഷൻസ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണെങ്കിൽ ഇവർക്കെല്ലാം തന്നെ എന്താണ്, ഫ്രീക്വൻ്റ് ഇൻ്റർവെൽസിൽ മീറ്റ് ചെയ്യാം, എന്നിട്ട് ബിസിനസ് എന്ന് പറയുന്നൊരു എഗ്രിമെൻറ്റിലേക്ക് മുന്നോട്ട് നീങ്ങാം. ആൻഡ് സോ ഫോർ ദിസ് പർപ്പസ് ദ മെമ്പേഴ്സ് ഓഫ് ഗാട്ട് അപ്ലൈ ദ പ്രിൻസിപ്പിൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് അംഗങ്ങളായി കഴിഞ്ഞാൽ ഗാട്ടിന് ഇതിനകത്തുള്ള എല്ലാ നേഷൻസിനെയും എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് അവർ മോസ്റ്റ് ഫേവേർഡ് നേഷൻ എന്നൊരു വാക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 128 രാജ്യങ്ങൾ ഇതിനകത്ത് ഉണ്ടെങ്കിൽ ഈ 128 പേരെയും ഓരോരുത്തരെയും അവരെന്താണ് മോസ്റ്റ് ഫേവേർഡ് നേഷൻ എന്നാണ് പറയുന്നത്. സോ വിച്ച് മീൻസ് ദാറ്റ് ഈച്ച് നേഷൻ ഷാൽ ബി ട്രീറ്റഡ് ആസ് വെൽ ദ മോസ്റ്റ് ഫേവേർഡ് നേഷൻ. അപ്പോൾ ഏത് രാജ്യം മുന്നോട്ട് വന്നാലും അവരെ മോസ്റ്റ് ഫേവേർഡ് നേഷൻ എന്ന് സംബോധന ചെയ്താണ് അവർ കാര്യങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ അതാണ് ഫസ്റ്റ് ഇസ് നോൺ ഡിസ്ക്രിമിനേഷൻ. The second is prohibition of quantitative restrictions. So here Gatt rules also seek to prohibit quantitative restrictions as far as possible and limit restrictions on trade to the less rigid tariff. However, certain exceptions to this principle. അപ്പോൾ ഇവിടെ ഒരു പ്രൊഹിബിഷൻ എന്തിനാണ്? ഒരു ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസിനെ പ്രൊഹിബിറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് സോ ദർ ആർ സം ലിമിറ്റ് റെസ്ട്രിക്ഷൻസ് ഓൺ ദ ട്രേഡ് ഓഫ് ലെസ് റിജിഡ് താരിഫ്. അപ്പം ചില താരിഫിൽ റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ എന്താണ് നേഷൻ ടു നേഷൻ അവർ ഫിക്സ് ചെയ്യുമ്പോൾ ചില താരിഫുകൾ അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്, അതനുസരിച്ചായിരിക്കണം നമ്മൾ. അപ്പോൾ ചിലപ്പോൾ ചില എക്സെപ്ഷൻ പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. ചില മേഖലകളിൽ മാത്രം അവർ താരിഫ് ചേഞ്ച് ചെയ്ത് കൊടുക്കും. So the exception is guaranteed to countries having the balance of payment difficulty and to the developing countries. അപ്പം എക്സെപ്ഷൻസ് കൊടുക്കുന്നത് എവിടെയാണ്? ഒരു ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡിഫിക്കൽറ്റി ഉള്ള ചില രാജ്യങ്ങളാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഡെവലപ്പിംഗ് വളർച്ചയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളാവാം. അപ്പോൾ അവർക്ക് ഫിനാൻഷ്യലി ക്രൈസിസ് അല്ലെങ്കിൽ ഒരു ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൻ്റെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ചില എക്സെപ്ഷൻസ്, താരിഫിൻ്റെ കേസിൽ ചില എക്സെപ്ഷൻസ്. അപ്പോൾ 128 കൺട്രിയിൽ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഈ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിൻ്റെ പേര് പറഞ്ഞ് അവരെ പ്രൊഹിബിറ്റ് ചെയ്യുക അല്ലെങ്കിൽ മാറ്റി നിർത്തുന്ന ഒരു ഇഷ്യൂ ഇല്ല. പകരം എന്താണ്, ചില എക്സെപ്ഷൻസ് അവർ കൊടുക്കാറുണ്ട്. And it also guaranteed to agriculture and fishery product if domestic production is also subject to restrictions. ഇനി അതുപോലെ എക്സെപ്ഷൻ പറയുന്നത് എവിടെയാണ്?
ഒരു അഗ്രികൾച്ചർ ആൻഡ് ഫിഷറി പ്രോഡക്ട്സ് അവിടെ സംബന്ധിച്ചോളം ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ഇസ് ഓൾസോ സബ്ജക്റ്റ് ടു റെസ്ട്രിക്ഷൻ. ഈ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ അതിന് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ എക്സെപ്ഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, എല്ലാ മേഖലകളിലില്ല, ചില രാജ്യങ്ങളുടെ ചില ബിസിനസ്സുകളിൽ മാത്രമാണ് അവർ എക്സെപ്ഷൻസ് പറയുക. അപ്പോൾ ഒരു ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്, എല്ലാ കാര്യത്തിലും റെസ്ട്രിക്ഷൻസ് അല്ല, ചില താരിഫിൻ്റെ കേസിൽ എക്സെപ്ഷൻസ് വരും, ചില മേഖലകളിൽ ബിസിനസ് ചെയ്യുന്നതിന് ചില എക്സെപ്ഷൻസ് അവർ പറയുന്നുണ്ട്. And third is consultation. So the Gatt sought to resolve the disagreement through consultation by providing a forum of conciliation. So far, 8 rounds of trade negotiations were held. Each round took several years. And the Uruguay round, the latest one, took more than 7 years to conclude. So this shows that the issues involving in trade negotiations are വെരി കോംപ്ലെക്സ് അല്ലേ. അപ്പോൾ ഒരു കൺസൾട്ടേഷൻ എന്നാണ് അടുത്ത പറയുന്നത്. അപ്പോൾ ഈ ഗാട്ടിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ നമുക്കറിയാം ഒത്തിരി രാജ്യങ്ങൾ തമ്മിലാണ് ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ചിലപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില വിഷയങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അവർ നെഗോസിയേഷൻ ചർച്ചയ്ക്ക് ഇരിക്കാറുണ്ട് അല്ലേ. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ചർച്ചയിലിരുന്ന് അത് സോൾവ് ചെയ്യാറുണ്ട്. സോ ദ Gatt sought to resolve the disagreement through consultation by providing a forum of conciliation. അപ്പം അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഡിസഗ്രിമെൻറ്റ്സ് വന്നാൽ അവരൊരു ഫോറം അല്ലേ, അങ്ങനെ ഒരു ഫോറം വിളിച്ചു കൂട്ടി ചർച്ചയ്ക്ക് വെക്കും. സോ ഫാർ 8 rounds of trade negotiations were held. സാധാരണ കേസിൽ എങ്ങനെയാണ്, ഒരു 8 റൗണ്ട്, ഇപ്പോൾ ഒരു 2 രാജ്യങ്ങളിലെ എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആൾക്കാർ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും മീറ്റിങ്ങിനൊക്കെ പോകുന്നത്. അപ്പം ആരാണോ അതോറിറ്റി അവരായിരിക്കും പോകുന്നത്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ പോയി നമ്മൾ കണ്ട് ചർച്ച ചെയ്തിങ്ങ് വരികയല്ല, പകരം ചിലപ്പം പല റൗണ്ട്സ് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെപ്പറ്റി ചർച്ച ചെയ്യണം. അപ്പോൾ ആദ്യത്തെ റൗണ്ട് ചെല്ലുമ്പം ചിലപ്പോൾ ഒരു ധാരണയിലാവത്തില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടീഷൻസ് വയ്ക്കുമ്പം അത് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റാത്തൊരു തീരുമാനമാണെങ്കിൽ അവർ വീണ്ടും അടുത്തൊരു ഡേറ്റ് വയ്ക്കും. അങ്ങനെ പല റൗണ്ട്സിൽ ഇരുന്നതിന് ശേഷമാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ 8 റൗണ്ട് വരെ ഏകദേശം ഒരു കാര്യത്തിന് വേണ്ടി പെട്ടെന്ന് ഒരു ദിവസമൊന്നും ഒരിക്കലും 2 രാജ്യങ്ങൾ കോംപ്രമൈസിൽ എത്തത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും, 8 റൗണ്ട് ഒരു ചർച്ച, ട്രേഡിനെ പറ്റിയുള്ള നെഗോസിയേഷൻസ് ചർച്ചകൾ നടത്താറുണ്ട്. ഓരോ റൗണ്ടും ഒരുപാട് വർഷം എടുക്കും. ഇപ്പോൾ ഈ വർഷം ഇവിടുന്ന് ഒരു രാജ്യത്തേക്ക് ചെന്ന് ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ ഇരുന്നവർ ചർച്ച ചെയ്തിട്ട് തിരിച്ചു വരും. പിന്നെ അതിൻ്റെ പെട്ടെന്നൊരു ദിവസം നമുക്ക് തിരിച്ച് വീണ്ടും പോകാൻ പറ്റത്തില്ല അല്ലേ. പിന്നെ ചിലപ്പം പോകുന്നത് അടുത്ത വർഷമായിരിക്കും. അങ്ങനെ ചിലപ്പം ഒത്തിരി വർഷങ്ങൾ എടുത്തിട്ടായിരിക്കും 2 രാജ്യങ്ങൾ തമ്മിൽ ഒരു എഗ്രിമെൻറ്റിൽ എത്തുന്നത്. ആൻഡ് സോ ദ ഉറുഗ്വേ റൗണ്ട് എന്ന് പറയുന്നൊരു റൗണ്ട്, ഒരു നെഗോസിയേഷൻ്റെ പേരാണ് ദ ഉറുഗ്വേ റൗണ്ട്. ദ ലേറ്റസ്റ്റ് വൺ took more than 7 years to conclude. അപ്പം ഈ റൗണ്ടിൻ്റെ കാര്യമാണ് പറഞ്ഞില്ലേ, റൗണ്ട് ടേബിൾ കോൺഫറൻസ് ആണല്ലേ, വട്ടമേശ സമ്മേളനം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പം ഒരു ഉറുഗ്വേ റൗണ്ടാണ് ശരിക്കും ലാസ്റ്റ് വന്നൊരു റൗണ്ട്. അതിന് എടുത്ത സമയം 7 വർഷം എടുത്തു. 5 രാജ്യങ്ങൾ തമ്മിൽ ചർച്ച ചെയ്ത് ഗാട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ പ്രിൻസിപ്പിൾസും എല്ലാ താരിഫും ഒക്കെ ഫിക്സ് ചെയ്യാൻ 7 വർഷം എടുത്തു എന്നാണ് പറയുന്നത്. അപ്പം ഓരോ തവണയും ചർച്ച ചെയ്യുമ്പോൾ ചിലപ്പം ആർക്കെങ്കിലും ഒരാൾക്ക് ഡിസഗ്രിമെൻറ്റ് വരും, പിന്നെ അവർ അടുത്ത റൗണ്ട് ഇരിക്കും. അങ്ങനെ 7 years എടുത്തു എന്നാണ് പറയുന്നത്. സോ ദിസ് ഷോസ് ദാറ്റ് ദ ഇഷ്യൂ ഇൻവോൾവിങ് ട്രേഡ് നെഗോസിയേഷൻസ് വെരി കോംപ്ലെക്സ്. അങ്ങനെ 7 വർഷം എടുത്തു എങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ എന്ത് കാര്യത്തിനാണോ അവർ ചർച്ച ചെയ്തത് അത് അത്രത്തോളം കോംപ്ലെക്സ് ആയിരുന്നു. ആ കോംപ്ലെക്സ് ഫിഗർ ആയതുകൊണ്ടാണ് അത് ഇത്രയും വർഷം എടുത്ത് ചർച്ച ചെയ്ത് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയത്. മനസ്സിലാകുന്നല്ലോ. അപ്പം റൗണ്ട്സ് കൂടുമ്പോൾ അതനുസരിച്ച് ആ ടോപ്പിക്കിൽ കോംപ്ലെക്സിറ്റി കൂടിക്കൊണ്ടേയിരിക്കും. So these are the 3 principles of Gatt, that is for the realization of the objective. അപ്പോൾ ഒരു ഗാട്ടിൽ നമ്മൾ ആദ്യമേ പറഞ്ഞു ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. എന്തൊക്കെയായിരുന്നു? എക്സ്പാൻഷൻ ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ്, ഇൻക്രീസിങ് വേൾഡ് പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഫുൾ യൂട്ടിലൈസേഷൻ ഓഫ് വേൾഡ് റിസോഴ്സസ്, പിന്നെ റേസിംഗ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. അപ്പം ഈ ഒബ്ജക്റ്റീവ്സ് ഒരു റിയലൈസേഷൻ ശരിക്കും നടക്കണമെങ്കിൽ ഗാട്ട് അഡോപ്റ്റഡ് സം പ്രിൻസിപ്പിൾസ് ഇല്ലേ. ചില പ്രിൻസിപ്പിൾസിലൂടെ അപ്പം നമുക്ക് ചില ഒബ്ജക്റ്റീവ്സും എയിംസും ഗോൾസും ഒക്കെ ഉണ്ട്. പക്ഷേ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ചില പ്രിൻസിപ്പിൾസ് എടുത്തിരിക്കണം, ചില ഗൈഡ് ലൈൻസ്, ചില പോളിസികൾ നമുക്ക് ഉണ്ടാവണം. അപ്പോൾ അതുപോലെ ഗാട്ടും അവരുടെ ഒബ്ജക്റ്റീവ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ചില പ്രിൻസിപ്പിൾസ് ഫോർമുലേറ്റ് ചെയ്തു. ദാറ്റ് ഈസ് ഫസ്റ്റ് ഈസ് non-discrimination, and the second is prohibition of quantitative restriction, and the third is consultation. So these are the principles of Gatt, and so we can say that Gatt is an important topic. Every university exam we can
See a question from this portion, Gatt. So I hope you are clear with the portion. So prepare well, study well. This is the end of today's session. Thank you.